ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് കണ്ടില്ലേ, ഇത് മുഴുവൻ മാവിൽ നിന്ന് വീണ് കിട്ടിയ മാങ്ങകളാണ്. മൂവാണ്ടൻ മാങ്ങയാണ്. നമുക്ക് ഇതുകൊണ്ട് തന്നെ കണ്ണിമാങ്ങ അച്ചാറുണ്ടാക്കിയ വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാം. താഴെ വീണ കേടുവന്ന് പോകുമെന്ന് പറയുന്നതൊന്നും കാര്യമില്ല. ഇത് നല്ല മാങ്ങകൾ മാത്രം തിരഞ്ഞെടുത്ത് കഴുകി തുടച്ച് വൃത്തിയാക്കി നമുക്കത് കണ്ണിമാങ്ങ അച്ചാർ ഇടുന്ന പോലെ തന്നെ ഇട്ടെടുക്കാം. ഞാൻ കഴിഞ്ഞ വർഷം വെച്ചതേപോലെ വീണ് കിട്ടിയ മാങ്ങ കൊണ്ടുണ്ടാക്കിയത് ഇപ്പോഴും ഒരു കേടുകൂടാതെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ വർഷം മൂവാണ്ടൻ മാവിൽ നിന്നും വീണ് കിട്ടിയ ചെറിയ മാങ്ങ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണ്. ഇപ്പോഴും അതിന് യാതൊരു കേടുമില്ല. ഇത് കുറച്ചുകൂടി ചെറുതാണെന്നേ ഉള്ളൂ. മറ്റേത് ആ വലുപ്പത്തിലുള്ളത് നമുക്ക് ഇടാവുന്നതാണ്. ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാത്ത പാത്രം, കയ്യിൽ, ഭരണി എല്ലാം തന്നെ അതുപോലെ ആക്കി നമ്മൾ എടുക്കുന്നത് പോലെ ഇരിക്കും അത് നേരാക്കുന്നത്. പിന്നെ സാധാരണ കണ്ണിമാങ്ങ അച്ചാർ ഇടുന്ന പോലെ തന്നെ ഒരാഴ്ച വെറും ഉപ്പ്, വെള്ളത്തിൻ്റെ നനവ് യാതൊന്നും പാടില്ല. ഉപ്പിലിട്ട് വെച്ച ശേഷം പിന്നെ അതിന് ശേഷം ഞാൻ ഈ മുളക് പൊടിയൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. അതുപോലെ കടുകും ഉലുവയും ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് പൊടിക്കാറ്. വെയിലില്ലാത്ത സമയത്ത് പാടും നമുക്കൊന്ന് ചൂടാക്കി എടുത്തിട്ട് പൊടിക്കാം. എന്നിട്ട് സാധാരണ കണ്ണിമാങ്ങ ഇടുന്ന പോലെ ഇട്ടാൽ യാതൊരു കേടും വരില്ല. ഇതാ, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പോഴും അതിന് യാതൊരു കേടും വന്നിട്ടില്ല. ഇതാ കേട്ടോ, നന്നായി പ്രസ് ചെയ്യേണ്ടതാ, കേടേ വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഒരിക്കലും നനവുള്ള കയ്യിലൊന്നും ഇട്ടെടുക്കരുത്. ഉണങ്ങിയ കയ്യിൽ കൊണ്ട് എടുക്കുക. ആവശ്യം കഴിഞ്ഞ് ആവശ്യത്തിന് മാത്രം എടുത്ത് പുറത്ത് വെച്ച് വീണ്ടും അടച്ച് ഒരു തുണിയെല്ലാം വെച്ച് തന്നെ വെച്ച് ഞാനതുപോലെ കെട്ടിയൊക്കെ വെച്ചിട്ട് ഇതാണ്ട് തുണി ഇട്ട ശേഷം ഞാൻ മുകളിൽ തുണി ഇട്ടിട്ട് ഇതിന് മൂടി കൊണ്ട് അടച്ചൊരു നൂലൊക്കെ ഇട്ട് കെട്ടി ഭദ്രമായിട്ട് വെച്ചതാണ്. അതുപോലെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വീണ് കിട്ടുന്ന മാങ്ങ കൊണ്ടും ഇതേപോലെ അച്ചാറുണ്ടാക്കാം, കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.